ഓക്കെ. നമ്മളിവിടെ നൈറ്റ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് വീടുകൾ വിശ്വസിക്കാൻ പറ്റില്ല. ഹായ്, ലെറ്റ്സ് കുക്ക് ഇടിയൻ ചക്ക വിത്ത് മമ്മീസ് റെസിപ്പി. സോ ഇടിയൻ ചക്ക. So let's cook ഇടിയൻ ചക്ക. സോ ഞങ്ങൾ കോസ്കോന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ്. ഗുഡ് വൺ. ഓഫർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓഫർ മാറി. കഴിഞ്ഞ മഴ പോയിപ്പോൾ 12 ഉണ്ടായിരുന്നു. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് വാങ്ങി. ഈ വട്ടം നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ ഇടിയൻ ചക്ക കൊണ്ടുവന്നായിരുന്നു. ഇടിയൻ ചക്ക, സിബിന്റെ ഇടിയൻ ചക്ക മമ്മി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഉപ്പിട്ട് ഇല്ലെന്നുള്ളത് മമ്മിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ എനിക്കറിയാം ഗൈസ്. ബട്ട് എനിക്ക് റെസിപ്പി അറിയാം ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഇടിയൻ ചക്ക വെക്കണേ. ഇതെന്തിനാ അങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ പൊട്ടിത്തെറിച്ച് വെക്കണം. സോ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഇവിടെ നമുക്ക് മുഴുവൻ ചക്കൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കാനൊക്കെ പാടാണ്. അതുകൊണ്ടും പിന്നെ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടും ആണ് മമ്മി ചക്ക ഇങ്ങനെ അടിച്ചിടിച്ചിട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലേറ്ററുള്ള സ്റ്റെപ്സ് മാത്രം നോക്കിയാൽ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര ഈസിയാണ്. നമുക്കിവിടെ ചെസ്റ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ മുരിങ്ങയില, ചക്ക, പച്ചച്ചക്ക, ചെമ്മീൻ, ഉണക്കമീൻ, വേപ്പില, അതൊക്കെ ഇങ്ങനെ ചെസ്റ്റ് സ്പേസിൽ സൂക്ഷിക്കാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. Let's go to നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ okay, we just want to add some of this. So chakka is good for diabetes. അപ്പോൾ എനിക്ക് മമ്മി വന്നപ്പോൾ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഗസ്റ്റേഷൻ ഡയബറ്റീസിൻ്റെ സോ ദാറ്റ് ടൈം കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു. ഈ വട്ടം കൊണ്ടല്ലോ എനിക്ക് തോന്നുന്നു. ഓർമ്മയില്ല എപ്പോഴും ആണോ? ഓക്കെ, എന്തെങ്കിലും സെയിം ഈ വട്ടം കൊണ്ടെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. മമ്മി വന്നപ്പോഴും എനിക്ക് കൊണ്ടുവന്നത് കണക്ക് ഇഷ്ടം.
ഞാൻ ബിറ്റ് മഞ്ഞപ്പൊടി ഇടാണ്. എനിക്ക് ഇച്ചിരി മഞ്ഞ കളർ ഇഷ്ടമാണ്. മഞ്ഞപ്പൊടി ഉണ്ട്, പക്ഷെ എനിക്ക് അതിനകത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, ബട്ട് എനിക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇഷ്ടം. സോ ഐ എം ആഡിങ് ലിറ്റിൽ ബിറ്റ് മഞ്ഞപ്പൊടി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടത്, ഞാൻ സവോള, വേപ്പില, പച്ചമുളക് ഒരുമിച്ചാട്ടൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ഇട്ടത് നോക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തേങ്ങ കറക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് അപ്പോൾ ആ ടൈമിൽ ഞാൻ തേങ്ങ എടുക്കാൻ വേണ്ടി തേങ്ങ is about to finish, okay? കണ്ടോ തേങ്ങ ഫ്രോസൺ ചെയ്തെടുത്തത്, അതാണെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തു. നാട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് വന്നിട്ട് നമ്മള് ഇവിടെ ചെസ്റ്റ് ഫ്രീസറിലെടുക്കും. പാത്രം ഞാന് ഫസ്റ്റ് ഇവിടെ ഞാൻ ഡെന്റൽ നേഴ്സായിട്ട് ജോലി ചെയ്തപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വന്ന പാത്രങ്ങൾ ഞാൻ എന്റെ സാലറി ഞാൻ തന്നെ
ഞങ്ങളാണെങ്കിൽ ചക്ക ഇന്നലെ വൈകുന്നേരം തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. എന്നിട്ടാണ് ഇന്നിപ്പോൾ ഇത്ര നമ്മൾ ചെറിയ പാകം തിരിച്ച് കിട്ടാനായിട്ട് കിട്ടി. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് തേങ്ങ. താങ്ക് യു ശിവി ചേച്ചി, മമ്മി ആൻഡ് മല ഫോർ ഡൂയിങ് ദിസ്. ആൻഡ് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഭയങ്കര ഈസിയാണ് ചെയ്യുന്ന. തേങ്ങ ചെറണമെന്ന് വേണ്ട, അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടാണ് കുറച്ച് കിട്ടി. So let's make some tea. ഇതെന്റെ രീതി, നിങ്ങൾക്ക് നിങ്ങളുടെ രീതി ചെയ്യാം, എനിക്ക് എൻ്റെ രീതി. So I'm just adding. ഞാൻ ഇവിടെ എൻ്റെ രീതിയിലാണ് ചായ നടത്തിക്കുന്നത്. Not the traditional authentic way. ഞാൻ ടീ ബാഗ്, ഇവിടെ ടീ ബാഗാണ്. അപ്പൊ ടീ ബാഗ് നന്നായിട്ട് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കും. So my 2 balls here. കാണിച്ചു തരണം.